അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 8ാം ക്ലാസ്സിലെ തസ്കിയ 4ാമത്തെ പാഠം. ലിയാഫത്തുൻ അജിബല്ലാഹു മിൻഹ. ലിയാഫത്തുൻ ഒരു അതിഥി സൽക്കാരം. അജിബല്ലാഹു അള്ളാഹ് അത്ഭുതപ്പെട്ടു മിൻഹ അതിൻ്റെ കാരണത്താൽ. അപ്പോൾ അള്ളാഹു അത്ഭുതപ്പെട്ട, അള്ളാഹ് തൃപ്തിപ്പെട്ട അതിഥി സൽക്കാരം. ആ പാഠമാണ്. നമുക്കൊന്ന് അർത്ഥം വെച്ച് ഒന്ന് പാഠം വായിച്ച് അർത്ഥം പറയാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറയെ തൊട്ട് കാല അദ്ദേഹം പറയുന്നു, ജാഅ റജുലൻ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു, ഒരാൾ വന്നു. ജാഅ വന്നു, റജുലൻ ഒരു മനുഷ്യൻ, ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു, നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഫഖാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നി മജ്ഹൂദൻ, ഞാൻ വിശന്നവനാണ്. മജ്ഹൂദ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ വിശന്ന് വലഞ്ഞവനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഫഅർസല ഇലാ ബഅദി നിസാഇഹി, അപ്പോൾ നബി തങ്ങൾ നബിയുടെ ഒരു ഭാര്യയുടെ അടുത്തേക്ക് ആളെ അയച്ചു. ഫർസല, അപ്പോൾ നബി അയച്ചു. ഇലാ ബാദി നിസാഹി, ആളെ അയച്ചു നബിയുടെ ഒരു ഭാര്യയുടെ അടുത്തേക്ക്. ഫഖാലത്ത്, അപ്പോൾ അവർ പറഞ്ഞു, വല്ലദീ ബാസക ബിൽ ഹഖി, അള്ളാഹിനെ തന്നെ സത്യം, അങ്ങേ സത്യവുമായിട്ട് അയച്ച അള്ളാഹുവിനെ തന്നെ സത്യം. മാ ഇന്തി ഇല്ലാ മാവുന്, മാ ഇന്തി എൻ്റെ അടുക്കലില്ല, ഇല്ലാ മാവൻ വെള്ളമല്ലാതെ ഇല്ല. അപ്പോൾ സുമ്മാ അർസല, പിന്നെ നബി അയച്ചു, ഇലാ ഉഖ്റ മറ്റൊരു ഭാര്യയുടെ അടുത്തേക്ക്. ഫഖാലത്ത്, അപ്പോൾ അവർ പറഞ്ഞു, മിസ്ല ദാലിക, ആ മുമ്പത്തെ ഭാര്യ പറഞ്ഞതുപോലെ തന്നെ. അവരും അത് തന്നെയാണ് പറഞ്ഞത്, മുമ്പ് പറഞ്ഞ ആൾ, വെള്ളം മാത്രം എൻ്റെ കയ്യിലുള്ളൂ. അങ്ങനെ ഹത്താ കുൽന കുല്ലുഹുന്ന മിസ്ല ദാലിക, നബിയുടെ ഭാര്യമാരെല്ലാം അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ നബി വേറെ ആളുടെ അടുത്ത് അയച്ചു. അങ്ങനെ എല്ലാവരും അത് തന്നെ പറഞ്ഞു. എന്താ പറഞ്ഞില്ല? ആ വല്ലദീ ബാസക ബിൽ ഹഖി, എൻ്റെ കയ്യിലില്ല, വല്ലദീ ബാസക ബിൽ ഹഖി, അങ്ങേ ഹക്ക് കൊണ്ട് അയച്ചവനെ തന്നെ സത്യം. മാ ഇന്തി ഇല്ല മാവൻ എന്ന് എല്ലാവരും പറഞ്ഞു, അല്ലേ? ഫഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മൈ ഉലീഫു ഹാദ, മൈ ഉലീഫു ഹാദ അല്ലൈല, മൻ ആരാണ് യുലീഫു ഹാദ, ഇദ്ദേഹത്തെ ആരാണ് അതിഥി സൽക്കരിക്കുക അല്ലൈല, അല്ലെങ്കിൽ മൻ യുലീഫു ഹാദൽ ലൈലത്ത, ഹാദ അല്ലൈലത്ത, ഈ രാത്രിയിൽ ഇദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഈ രാത്രി ആരാണ് അതിഥി സൽക്കരിക്കുക? ഹാദൽ, അപ്പോൾ ഹാദി ലൈലത്ത എന്ന് പറയുന്നത്, ഹാദൽ ലൈലത്ത, മൻ യുലീഫു ഹാദ അൽ ലൈലത്ത, ഈ രാത്രി ഇദ്ദേഹത്തെ ആരാണ് സൽക്കരിക്കുക എന്ന് നബി തങ്ങൾ ചോദിച്ചു. ഫഖാല റജുലുൻ മിനൽ അൻസാർ, അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ ഞാൻ സൽക്കരിക്കാം. ഫൻതലഖ ബിഹി, അങ്ങനെ ഇലാ റഹലിഹി, അങ്ങനെ അദ്ദേഹം അയാളുമായി വീട്ടിലേക്ക് പോയി. ഫൻതലഖ, അദ്ദേഹം പോയി, ബിഹി അദ്ദേഹമായിട്ട്, ഇലാ റഹലി, റഹൽ എന്ന വീട്ടിലേക്ക് പോയി, അല്ലേ? റഹൽ എന്ന് പറഞ്ഞ വീടാണ് കേട്ടോ. ഫഖാല ലിംറത്തി, എന്നിട്ട് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, അക്രിമി ലൈഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അതിഥിയെ നീ ആദരിക്കുക. അക്രിമി, നീ ആദരിക്കുക. ലൈഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അതിഥിയെ നീ ആദരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു പാരഗ്രാഫായി, അല്ലേ? ഇനി ഒരു പാരഗ്രാഫ് കഴിഞ്ഞ് അതിൻ്റെ പകുതി, അല്ലേ, പാഠത്തിലാണെങ്കിൽ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് രണ്ടൊന്ന് ചോദ്യങ്ങൾ. ഇന്നി മജ്ഹൂദൻ എന്ന് പറഞ്ഞ സന്ദർഭം ഇരിക്കും. ഇന്നി മജ്ഹൂദൻ എന്ന് പറഞ്ഞത് ആരാ? അനയാ റസൂലല്ലാ എന്ന് പറഞ്ഞ ആ സന്ദർഭം എന്താ? നമുക്കറിയാം. ഇന്നി മജ്ഹൂദൻ എന്ന് പറഞ്ഞത് ആരാ? ഒരാൾ നബിയുടെ അടുത്ത് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നി മജ്ഹൂദൻ, ഞാൻ ശക്തിയായി വിശന്നവനാണെന്ന്. അനയാ റസൂലല്ലാ എന്ന് ആരാ പറഞ്ഞു? ഞാൻ യാ റസൂലല്ലാ എന്ന് പറഞ്ഞു. അത് അൻസാരികളിൽപ്പെട്ട ഒരാളാണ്. അൻസാരികളിൽപ്പെട്ട ഒരാൾ നബി ചോദിച്ചല്ലോ, ഇദ്ദേഹത്തെ ആരാണ് ഈ രാത്രിയിൽ സൽക്കരിക്കുക എന്ന് ചോദിച്ചപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അനയാ റസൂലല്ലാ എന്ന് പറഞ്ഞു. അപ്പോൾ അതും അതിൻ്റെ ഉത്തരമായി. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം. വഫി റിവായത്തിൻ, മറ്റൊരു റിവായത്തിലുണ്ട്, കാലൽ ഇമ്രാത്തി, അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, അലിന്തക്കി ചെയ്യോ, നിൻ്റെ അടുത്ത് വല്ലതും ഉണ്ടോ? കാലത്തപ്പോൾ, അപ്പോൾ അവർ പറഞ്ഞില്ല, ഇല്ല കൂത്തൽ സിബിയാനി, എൻ്റെ കുട്ടികളുടെ ഭക്ഷണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് അവർ പറഞ്ഞു. കാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഅല്ലിലീഹിം ബിശൈഇൻ, വല്ല കാരണവും പറഞ്ഞ് അവരെ നീ ആശ്വസിപ്പിക്കുക, നീ അവരോട് എന്തെങ്കിലും കാരണം പറയാ. ഫൈദാ അറാദുൽ അശാ, അവർ അത്തായം ഉദ്ദേശിച്ചാൽ ഫനവ്വിമീഹിം, അവരെ നീ ഉറക്കിക്കിടത്തുക. വൈദാ ദഖല ലൈഫുൻ, അങ്ങനെ നമ്മുടെ ലൈഫ് അതിഥി വന്നാൽ ഫത്ഫി സിറാജ, നീ വിളക്ക് കെടുത്തണം. അണ്ട് വാരീഹി അന നൗക്കുലു,
നമ്മൾ തിന്നുന്നതായിട്ട് കാണിച്ച് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിഥിക്ക് മാത്രം വിളമ്പാൻ ഭക്ഷണമുള്ളൂ. അപ്പോൾ നമ്മൾ പാത്രം കാണിച്ചിട്ട് എന്ത് ചെയ്യുക, പാത്രത്തിൽ വിളമ്പിയ പോലെ കാണിച്ച് തിന്നുന്നത് പോലെ കാണിച്ച് എന്ത് ചെയ്യാം, വിളക്ക് കെടുത്തിക്കളയാ എന്ന് പറഞ്ഞു. ഫഖാദു, അങ്ങനെ അവർ ഇരുന്നു. വാക്കല ലൈഫു, അതിഥി ഭക്ഷണം കഴിച്ചു അല്ലേ, അതിഥി ഭക്ഷിച്ചു. വബാത്ത ത്വാവിയൈനി, അവരിരുവരും എന്താണ് വിശന്നവരായിട്ട് രാത്രി കഴിച്ചു കൂട്ടി. ഫലമ്മ അസ്ബഹ ഓദൻ, അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ അല്ലേ, അങ്ങനെയല്ല, ഫലമ്മ അസ്ബഹ പ്രഭാതമായപ്പോൾ ഓദ, അദ്ദേഹം രാവിലെ പോയി അലൻ നബി, നബി തങ്ങളുടെ അടുത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അദ്ദേഹം കാലത്ത് തന്നെ പോയി. ഫഖാല, അപ്പം നബി പറഞ്ഞു, ലഖദ് അജിബല്ലാഹു മിൻ സനീഇകുമാ ബിലൈഫികുമൽ ലൈല, അള്ളാഹ് അത്ഭുതപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ പ്രവൃത്തി കാരണം, നിങ്ങൾ രണ്ടുപേരുടെയും പ്രവൃത്തിയാൽ, ബിലൈഫിക്കുമാ നിങ്ങൾ രണ്ടുപേരുടെയും അതിഥിയെ കൊണ്ടുള്ള, അല്ലയില ഈ കഴിഞ്ഞ രാത്രി അല്ലേ, ഇന്നലെ രാത്രി നിങ്ങൾ ഇരുവരും നിങ്ങളുടെ അതിഥിയെ കൊണ്ട് നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നിപ്പോൾ നമ്മൾ ചരിത്രം പറഞ്ഞു. അതിന് നോക്കണം, നമുക്കവിടെ നിന്ന് പഠിക്കാനുള്ള ഗുണപാഠം എന്താ. ഉൻളുറു ഇലാ ഹാദ സ്വഹാബിയിൽ കരീം, ഈ കരീമായ ഈ ധർമ്മിഷ്ഠനായ ഈ സഹാബിയിലേക്ക് നീ നോക്കുക. അതുതന്നെ വൈലാ സൗജത്തിഹിൽ കരീമ, ഈ ധർമ്മിഷ്ഠയായ അദ്ദേഹത്തിൻ്റെ ഭാര്യയിലേക്കും നീ നോക്കുക, നീ ഒന്ന് ആലോചിച്ച് നോക്കുക. മാതാ ഹമലഹുമ അല ഹാദ സുലൂക്കിൽ അലീം, മാതാ ഹമലഹുമ ഈ മഹത്തായ പെരുമാറ്റത്തിൻ്റെ മേൽ അവരിരുവരെയും പ്രേരിപ്പിച്ചത് എന്താണ്. മാതാ ഹമലഹുമ അവർ രണ്ടുപേരും പ്രേരിപ്പിച്ചത് എന്താണ്. അലാ ഹാദ സുലൂക്കി ഈ മാർഗത്തിൻ്റെ മേൽ അല്ലേ, എങ്ങനെ, അൽ അലീം ഈ മഹത്തായ മാർഗം അല്ലെങ്കിൽ പെരുമാറ്റം, ഈ മഹത്തായ പെരുമാറ്റത്തിന് അവരെ പ്രേരിപ്പിച്ചത് എന്താണ്. അതെന്താണ്. ഇന്നമാഹുവൽ ഈമാനു ബില്ലാഹി, അത് അള്ളാഹുള്ള വിശ്വാസമാണ്. വൽ യൗമിൽ ആഖിരി, തീർച്ചയായും അത് അള്ളാഹുലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസം മാത്രമാണ് അവരെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫഹു, ആരെങ്കിലും അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ അതിഥിയെ ആദരിക്കട്ടെ എന്ന് അല്ലേ. അപ്പോൾ നബി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നബി ആ പറഞ്ഞതനുസരിച്ചിട്ടാണ് അവരത് ചെയ്തത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ പാഠത്തിൻ്റെ എന്ത് കഴിഞ്ഞിട്ടുണ്ട്, അർത്ഥം വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലതുപോലെ വായിച്ച് പഠിക്കുക. ഇനി അതിൻ്റെ തദ്രീബാത്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഈ പാഠത്തിൽ ജുംലത്തുൽ ഇസ്മിയ എന്ന ഗ്രാമറിൻ്റെ ചർച്ച നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർ ഉപയോഗപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.